ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ സ്കൂളിൽ പോയിരിക്കുകയാണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് 4 മണിക്ക് എന്തെങ്കിലും പലഹാരം നിർബന്ധം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇലയട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇലയട അവന്മാർക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോ എടുത്ത് നമ്മുടെ പ്രേക്ഷകരെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. എല്ലാവരും ഇലയടയൊക്കെ ഉണ്ടാക്കുന്നതാണെന്ന് അറിയാം, എങ്കിലും ഇതെല്ലാവരും കാണണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയെല്ലാം നല്ല പരുവത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വാഴയിലൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് എല്ലാം നല്ല കൃത്യമായിട്ട് മുറിച്ച് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടി. അപ്പം ചെമ്പിൽ അപ്പോൾ ഞാൻ ഇത് ഇല എടുത്തിട്ട് കുറച്ച് മാവെടുത്ത് ഇലയിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. എനിക്കിതെന്താ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ച് ഉരുട്ടിയാലും പരത്തിയാലും ഒന്ന് അടയ്ക്കൊരു ഈ ഇലക്കകത്താകുമ്പോൾ ഉണ്ടല്ലോ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുമേ. മാക്സിമം നമുക്ക് നൈസാക്കാൻ പറ്റും. കട്ടി തീരെ ഇല്ലാതെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് മധുരം നന്നായിട്ട് മധുരം വേണം ഇവന്മാർക്ക്. നന്നായിട്ട് ശർക്കരയൊക്കെ കുറച്ച് ഏറെ വെച്ച് കൊടുക്കാറുണ്ട്. അവനിങ്ങനെ ഇലയട ഉണ്ടാക്കുന്ന അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാളൊരു 3-4 എണ്ണമെങ്കിലും കഴിക്കാറുണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് തന്നെ. ഇനി അതങ്ങ് മടക്കും. നേരെ നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. 4 മണി വരെയാണ് അവർക്ക് ക്ലാസ്. 4 ക്ലാസ് കഴിയും. എന്തായാലും ഓടിപ്പിടിപിടുത്ത് വരും. പെട്ടെന്ന് വരാം, ഇവിടെ അടുത്ത് തന്നെ ഇവരുടെ സ്കൂളെ. അപ്പം ഓടിങ്ങ് വരും. 5 മിനിറ്റ് പോലും വേണ്ട. വരുമ്പോഴേ കഴിക്കാൻ എന്താന്നാ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുത്തു നോക്കാം. അവർക്ക് വലിയ സന്തോഷമാവും. അവന്മാർക്ക് വലിയ ഇഷ്ടമുള്ളൊരു പലഹാരമാണിത്. സാധാരണ രാവിലെ കാപ്പിക്കൊക്കെ ഉണ്ടാക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർക്ക് അത്ര പിടിക്കത്തില്ല. അയ്യോ രാവിലെ ഇത് തന്നെയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് ഞാനിന്ന് മാറ്റി ട്രൈ ചെയ്തത്. വാഴയില ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ അട തിന്നാൻ. നമുക്കൊക്കെ വാഴയിലയിലുള്ള ചോറൊക്കെ പൊതിഞ്ഞ് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ. ഇതാണ് എൻ്റെ ഹസ്ബൻഡാണ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. വീഡിയോഗ്രാഫറാണ്, വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇലയട വെന്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ അത് എടുക്കാം. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് റെഡി ആവുമേ, പെട്ടെന്ന് വേകും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ് കുട്ടികളൊക്കെ ഉള്ളവർക്ക്. വീട്ടിലൊക്കെ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്. പക്ഷേ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ. നല്ല ചൂടാണ് കേട്ടോ ഫ്രണ്ട്സ്, ചൂടാ. ആക്രാന്തം പിടിച്ചോളാം, കാര്യം പറയാലോ. സൂപ്പർ ആട്ടോ. അപ്പൊ എന്താണെങ്കിലും നല്ലൊരു അമ്മമാർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. പൊതുവെ ഇലയുടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ ഈ വിഭവം ഏകദേശം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അമ്മമാർ വരണം. അപ്പം 3 മണി കഴിഞ്ഞേ ഉള്ളൂ. ഇനി 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യണം. അപ്പം അവർക്ക് വലിയ സന്തോഷമാകും. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആവുകയാണ്. അപ്പം അധികം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. വേറൊന്നുമല്ല, തിരക്കുകളൊക്കെ കൊണ്ടാണ്. നല്ല ഊർജിതമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ തുടക്കം നിങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് രൂപേണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ. അപ്പം ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഊർജ്ജമുള്ളൂ. അതിനാൽ ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അല്ലേ? തീർച്ചയായും. അപ്പോൾ എന്നാണെങ്കിലും അവർ വരാം അല്ലേ? വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കേസ് നമ്മളെ പിള്ളേർ വന്നിട്ടുണ്ട്. മാഡം ആ ചെറിയ ഷൂട്ട് അവിടെ കാണേ. എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ അമ്മയുണ്ട്. അമ്മ നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നായിരിക്കും അറിയോ? ഇലയപ്പോടാ. ഇലയപ്പാണ് ഉണ്ടാക്കിയത്. ഹാപ്പിയാണോ? ഒരു ഹാപ്പി ഓർമ്മല്ലോ. ഒരു കാര്യം പോയി കുളിച്ചിട്ട് റെഡി ആയിട്ട് വാ, നമുക്ക് റെഡി ആവാം കേട്ടോ. ഓക്കെ വാ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. റെഡി ആയിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ അപ്പൂസും ആരോണും രണ്ടുപേരും കുളിച്ച് റെഡിയായി വന്നു. അവർ സ്കൂളിൽ തൊട്ട് വന്നപ്പോഴേ അവരോട് പറഞ്ഞായിരുന്നു അവർക്ക് ഇലയപ്പം റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഹാപ്പി അല്ലേ അപ്പൂസ? ഹാപ്പിയാണോടാ? അപ്പം ടേസ്റ്റ് ചെയ്താലോ? ടേസ്റ്റ് ചെയ്തു എന്നിട്ട് പറയണേ. അറിയണ്ട കേടാ. അപ്പൂസിന് ഒരു സ്ഥിരം ഡയലോഗ്, അമ്മേ സൂപ്പർ, അടിപൊളി. അരുൺ എങ്ങനെ ഉണ്ടാ? അപ്പോൾ എന്നാണെങ്കിലും ഇലയപ്പം റെഡിയായി. ഇന്നത്തെ അവരുടെ ഭക്ഷണം, സായാഹ്ന ഭക്ഷണം ഇലയുടെ ആയിരുന്നു. അപ്പോൾ ടിൻറ്റു ആണെങ്കിൽ ഒരു എപ്പോഴാണ് 2-2:30 തുടങ്ങി അല്ലേ? എല്ലാം റെഡിയാക്കി. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഞാൻ കൊണ്ടാവണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. ടിൻറ്റു എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെയൊന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പൂസിന് എന്തോ പറയണമെന്നുണ്ട് കേട്ടോ. അപ്പൂസ് പറയട്ടെ. ഗൈസ്, കമന്റ് ചെയ്യാത്തവർ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുമ്പോ ബൈ. ഗൈസ്, അപ്പോൾ പറഞ്ഞത് മനസ്സിലായിരുന്നോ? കമന്റ് ചെയ്യാത്തവർ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ. ഓക്കെ, നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.